ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം ആദ്യം പറയുക, 1 അധ്യായം 1 മുതൽ പറഞ്ഞു വരിക ഈശോയുടെ വംശാവലികളെ കുറിച്ചാണ്. അതിൻ്റെ അന്ത്യത്തിൽ 17-ാമത്തെ വാക്യം ഇപ്രകാരമാണ് അതിനെ കൺക്ലൂഡ് ചെയ്യുക. ഇങ്ങനെ അബ്രാഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളാണ് ആകെയുള്ളത്. 14ൻ്റെ 3 ഗണത്തെ അടുക്കി ചിട്ടപ്പെടുത്തി വച്ചിരിക്കുക. അടുക്കി ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്ന തലമുറകളുടെ കണക്ക് സൂചിപ്പിക്കുക ഈ ലോകത്തിൽ നടക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ അടുക്കും ചിട്ടയുമുള്ള പദ്ധതി പ്രകാരമാണെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ ജീവിതത്തെ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. നിൻ്റെ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും, സന്തോഷത്തിൻ്റെ ആധിക്യങ്ങളുണ്ടാകും, സങ്കടങ്ങളുടെ താഴ്വരകളുണ്ടാകും, പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെ നിരങ്ങുന്നുണ്ടാകും. അവിടെ നീ ഒന്ന് ചിന്തിച്ചെടുക്കേണ്ടത്, നിൻ്റെ ജീവിതത്തിൻ്റെ A-Z എല്ലാം ദൈവം യഥാർത്ഥത്തിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. ദൈവം അറിയാതെ നിൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ആ രീതിയിൽ ജീവിതത്തെ കാണുവാനായിട്ടാണ് സഹോദര സഹോദരി നിനക്ക് സാധിക്കട്ടെ. അതിന് ദൈവം തന്നെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ പോകും. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിനക്ക് ഇണങ്ങിയ രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട്, ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നിന്റെ പദ്ധതി പ്രകാരമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഈ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ തരത്തിലുള്ള സംരക്ഷണങ്ങളും നിന്റെ നാമത്തിലുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതൻ നീ അങ്ങേ